പ്രദീപേട്ടൻ ഇതുപോലെ ഏതെങ്കിലും ആരാധിച്ച ആരെങ്കിലും മുന്നിൽ വന്നിട്ട് അഭിനയിക്കാൻ പറ്റുക അല്ലെങ്കിൽ അടുത്ത് കാണാൻ പറ്റുക അങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് നടന്മാരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ്. നമ്മള് ഇഷ്ടത്തോടു കൂടി നോക്കി കണ്ട കുറച്ച് ആളുകളുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒന്ന് ഫഹദ്. അങ്ങനെ. ഇപ്പൊ താത്തൊരു സിംഗിൾ മദർ ആണ്, മീഡിയ പേഴ്സൺ ആണ്. അപ്പോ ഈ മീഡിയയിലുള്ള സ്ത്രീകളെ പൊതുവെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇപ്പൊ ഒരു സിംഗിൾ മദറും കൂടി ആവുമ്പോ കുറച്ചുകൂടി അത് അധികമാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സിംഗിള് മോം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ എന്റെ കൂടെ ഉള്ളവര് എന്നോട് അങ്ങനെയൊന്നും ബിഹേവ് ചെയ്തിട്ടില്ല. ഇപ്പൊ എന്റെ കൂട്ടത്തിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്റെയും കൂടെ ഇരിക്കുന്ന പ്രദീപേട്ടനെയോ അല്ലെങ്കിൽ നമ്മുടെ ഹരിയോ അല്ലെങ്കിൽ ഇന്ദിര ചേച്ചി അല്ലെങ്കിൽ മറ്റ് ആർട്ടിസ്റ്റുകൾ അജിത അതുപോലെ തന്നെ ശാലിനി അങ്ങനെയുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നിങ്ങൾ പ്രേക്ഷകർ കാണുള്ളൂ. പക്ഷെ ഇതല്ല സത്യാവസ്ഥ. ഞങ്ങളുടെ ഓഫീസിലാണെങ്കിലും ശരി, ഇപ്പൊ ലൊക്കേഷനിലാണെങ്കിലും ശരി, 10-20 ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ക്യാമറ സൈഡ് ആണെങ്കിലും ലൈറ്റിന്റെ സൈഡ് ആണെങ്കിലും എഡിറ്റിങ്ങും അതുപോലെ തന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ മാനേജ് ചെയ്യുന്ന കുട്ടികൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു സുരക്ഷാ വലയത്തിലാണ് എൻ്റെ ഓഫീസിലും ഇവിടെ. പക്ഷെ സത്യത്തില് നമുക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഈ ഇടക്ക് ഒരാള് എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ വന്നു. ഞാൻ സത്യം പറയാൻ തുടങ്ങിയ ഒരു കാലത്ത് ഒരു അതൊരു ഒരു പാട്ട് എഴുതുന്ന ഒരു കലാകാരൻ എന്നോട് വന്നിട്ട് മെസ്സേജിലൂടെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ട് ഞാൻ ഓറഞ്ച് മീഡിയയിൽ വന്നിട്ട് പരാതി കൊടുത്തു. അപ്പൊ സാർ എന്നോട് പറഞ്ഞു, ശരി ഓക്കെ, നമുക്ക് അവനെ വിളിച്ചു വരുത്താം എന്ന് പറഞ്ഞു. പുള്ളിയെ വിളിച്ചു വരുത്തി എന്റെ കയ്യിൽ നിന്ന് അവൻ 4 മേടിച്ചു. അതാണ് സത്യം. അന്ന് അങ്ങനെ ഒരു വേദി ഉണ്ടാക്കി എനിക്ക് പറയാനുള്ളതെല്ലാം കേട്ട് തെളിവുകളെല്ലാം കൊടുത്തതിന് ശേഷമാണ് എനിക്ക് എന്റെ പ്രതികരണം ഇതൊക്കെ ഇതായി കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ അവനെ അടിച്ചത്. അന്ന് എന്നെ ഒരുപാട് പേര് തടഞ്ഞു, കുട്ടികളൊക്കെ അന്ന് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അയാളുടെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നീട് ഈ അടുത്ത് എന്നോട് ഒരാള് പറഞ്ഞു, നിങ്ങള് നടിയല്ലേ, നിങ്ങളോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാലോ, നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമില്ലല്ലോ എന്നൊക്കെ ഒരാള് എന്നോട് പറയണ്ടേ. എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ ഒരു സാഹചര്യം. അതായത് മീഡിയ ഫീൽഡിലുള്ളവര്. അതെ. അയാള് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ ആരൊന്നുമില്ല. അയാള് നമ്മളെ സത്യം പറഞ്ഞ ഈ ഒരു മീഡിയയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ 10 ആളുകളെ ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ അറിയുന്ന ഒരു മോശക്കാരാണ് എന്നൊരു തെറ്റായ ധാരണയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ട്. ഇപ്പൊ നേരത്തെ പ്രതിവേട്ടം പറഞ്ഞല്ലോ, ഈ തലമുറയിലെ കുട്ടികൾ ഫേസ്ബുക്കിലോട്ട് കയറി വരണം, അപ്പോഴേ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവും എന്നുള്ളത് സത്യം. അത് ഈ ഒരു ഉറുമ്പ് അങ്ങനെ ആയെന്ന് കരുതി എല്ലാരും അങ്ങനെ ആയിക്കോളാം എന്നില്ലല്ലോ. എല്ലാ ഫീൽഡിലും ഉണ്ട്. പെണ്ണ് ഏത് ഫീൽഡിൽ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. സ്വന്തം കുടുംബത്ത് പോലും പെണ്ണിന് സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ എനിക്ക് വളരെ വ്യക്തമായിട്ട് ഉറപ്പോടെ ഞാൻ പറയുന്നു, ഇന്ന് ഞാൻ നിൽക്കുന്ന എന്റെ ഈ ഒരു സാഹചര്യം എനിക്ക് സുരക്ഷിതമാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ മോശക്കാരി സ്ത്രീകളാണ് എന്നുള്ളൊരു ചെറിയ തെറ്റിദ്ധാരണ അവർക്കുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും അവരെ നന്നാക്കാൻ പറ്റില്ല, അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവര് നമ്മള് അങ്ങനെ തെറ്റായ ധാരണയിൽ കരുതിക്കൊണ്ടിരിക്കുന്നു, ഇനിയും കരുതിക്കൊണ്ടേയിരിക്കും, അല്ലാണ്ടൊന്നും പറയാൻ പറ്റില്ല. ഇതെനിക്ക് അവരെന്നോട് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെയാണ്. എന്റെ അനുമതി ഇല്ലാണ്ട് എന്റെ ശരീരത്തിൽ ഒരുത്തം തൊട്ടാൽ അവന് തീർച്ചയായിട്ടും കിട്ടും. അതിൽ ഒരു മാറ്റമില്ല. അത് ഏത് സ്ഥലമാണെങ്കിലും ഏത് സന്ദർഭമാണെങ്കിലും കിട്ടിയിട്ടേ അവൻ പോവുള്ളൂ. ആ ഒരു ഉൾക്കരുത്ത് എനിക്കുണ്ട്. എന്റെ കൂടെയുള്ളവർക്ക് അവളെ കൈ ഒട്ടുന്ന അറിയുകയും ചെയ്യാം. അത് മാത്രം മതി, വേറെ ഒന്നുമില്ല. എനിക്ക് ആ ഒരു ആത്മധൈര്യം ഉണ്ട്. അതെന്താ ഞാൻ കൊടുക്കും. അതുപോലെ തന്നെയായിരുന്നു ആ കക്ഷിക്ക്. അയാള് പറഞ്ഞ് അല്ലേ പ്രതിഭട്ടൻ, കുറച്ച് സമയം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തപ്പോ ഞാൻ പ്രതിഭട്ടനൊക്കെ ഇടപെട്ടു. കൈ പൊങ്ങുന്ന ഒരു സ്ഥിതിയൊക്കെ അവിടെ ഉണ്ടായി. അത് വിട്ടു. ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ മാത്രമുള്ള ഹൃദയവിശാലതയൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ആ എനർജി വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. പൊതുവെ നടികളെ പറ്റിയിട്ട് എല്ലാവർക്കും കുറ്റം പറയാൻ എളുപ്പമാണ്, എന്നാൽ നടന്മാരെ പറ്റി ആരും പറയില്ല. എപ്പോഴും ഇത്തരം കേസുകൾ കൊണ്ട് തലയിൽ ചുമത്തുന്നത് നടികളുടെ ആയിരിക്കും. അത് സ്ത്രീയാണല്ലോ, സ്ത്രീയെ എന്തും പറയാന്നുള്ളത് അങ്ങനെ ചില ചിന്തിക്കുന്ന വികൃത മനസ്സുകളുണ്ട്. നമുക്കത് തിരുത്താൻ കഴിയില്ല. അത് കാലം പുരോഗമിക്കും തോറും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവും തോറും
അത് ക്രമേണ മാറി വരേണ്ടതാണ്. അതാണ് ഞാൻ ഇന്നത്തെ കുട്ടികളിൽ പ്രതീക്ഷ ഉണ്ടെന്ന് പറയാൻ കാരണം. അവരിത്ര തന്നെ പ്രശ്നക്കാരല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോ മീഡിയയിലോ സിനിമയിലോ എവിടെയാണെങ്കിലും അതെ ഉള്ള ഏതെങ്കിലും വ്യക്തികളോട് കുശുമ്പൊക്കെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ അവര് ചെയ്യുന്ന വേഷങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെ പോലെ ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമയിലെ വേഷങ്ങളോ ഇത് ഞാൻ ചെയ്ത് നന്നായിരിക്കും തോന്നിയിട്ടുണ്ടോ? നന്നായിരിക്കുന്നൊന്നും തോന്നിയില്ല. പക്ഷെ ചന്ദനമഴയുടെ ഊർമിള ആ ഒരു ക്യാരക്ടർ എനിക്കൊന്ന് ചെയ്യാൻ പറ്റിയത്. എനിക്ക് നെഗറ്റീവ് റോളിനോട് ഭയങ്കര ഒരു ക്രേസ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നെഗറ്റീവ് റോള്. ഇപ്പൊ അഭിനയിക്കുന്ന ഒരു പൊടി കടങ്ങടി എന്നൊക്കെ സുധീർ പറയാറുണ്ട്. വിളിക്കാൻ പുള്ളിക്കാരൻ. അപ്പൊ അതുപോലെ ആ നെഗറ്റീവ് റോള് പുള്ളിക്കാരത്തി ചെയ്യുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അതുപോലെ ഒരു നെഗറ്റീവ് റോള് പ്രതിഭേട്ടനാണെങ്കിലോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള അവര് ചെയ്തതിനേക്കാൾ നന്നാക്കാമായിരുന്നു എന്നൊന്നും തോന്നിയിട്ടില്ല. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്. ഇന്നസെന്റ് ഏട്ടനും കുതിരവട്ടം പപ്പുചേട്ടനൊക്കെ ചെയ്യുന്ന ചില വേഷങ്ങൾ കണ്ടിട്ട് കൊതിയോടെ നോക്കിയിരുന്നിട്ടുണ്ട്. ഇതുപോലൊരു വേഷം അഭിനയിക്കാൻ കഴിയൂ എന്ന് കരുതിയിട്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്, കൊതി തോന്നിയിട്ടുണ്ട് അവരോടൊക്കെ. കുശുമ്പല്ല, കൊതി തോന്നിയിട്ടുണ്ട്. കുശുമ്പ് തോന്നിയിട്ട് കാര്യമില്ല, അവരെക്കാൾ മികച്ചതായിട്ട് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ അവര് ചെയ്യുന്നത് കണ്ടിട്ട് ഭയങ്കര ഒരു കൊതി തോന്നിയിട്ടുണ്ട്. അങ്ങനെ അത്ര പ്രത്യേകിച്ച് ഇന്നസെന്റ് ഏട്ടന്റെ ചില വേഷം. പിന്നെ അസൂയൊക്കെ തോന്നിയിട്ടുണ്ട് പണ്ട് സലീം ഖാന്റെ കൂടെ ഒക്കെ ഭയങ്കര അസൂയ തോന്നിയിട്ടുണ്ട്. ഇത് ബാക്കി ആരോടും ഇല്ല കേട്ടോ. ഇപ്പൊ താജിഖാനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, കൂടെ സംസാരിച്ചിട്ടുണ്ട്, ഷാഫിഖാനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കാനെന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ അവരോടൊന്നും ഇല്ലാത്ത ഭയങ്കര ഒരു ക്രേസ് എനിക്ക് ഇദ്ദേഹത്തോട് ഉണ്ടായതുകൊണ്ട് ഭയങ്കര അസൂയായിരുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ ഒരുപാട് പേരോട് അഭിനയിക്കാറുണ്ട്. നിങ്ങൾ ഈ സെയിം സെറ്റിൽ തന്നെ പല നായിക നടിമാര് വരാറുണ്ട്, അതേപോലെ നടന്മാരും വരാറുണ്ട്. ഏറ്റവും കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇഷ്ടം ആരുടെ കൂടെ അഭിനയിക്കാൻ? എനിക്ക് ഈ ആള് മതി കൂടെ, എനിക്ക് വേറെ ആരും വേണ്ട, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? ഞങ്ങള് രണ്ടുപേരും കൂടി എനിക്ക് പ്രതിഭേട്ടന്റെ അടുത്ത് കംഫർട്ടബിൾ ആണ്. എന്നാൽ എനിക്ക് പ്രതിഭേട്ടനൊക്കെ കൂടുതൽ ഇഷ്ടം ഹരിയാണ്. ഹരി ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. അപ്പൊ പ്രതിഭേട്ടൻ പാവല്ല. പ്രതിഭേട്ടൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പെണ്ണിന് വളരെയധികം പരിഗണന തരുന്ന ഒരു മനുഷ്യനാണ്. എന്റെ അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് മാത്രമേ ഞാൻ മനസ്സിൽ കരുതിച്ചിട്ടുള്ളൂ. അതിലൊരു സ്ഥാനം പ്രതിഭേട്ടനുണ്ട്, ഹരിക്കുണ്ട്. അപ്പൊ പ്രതിഭേട്ടനെ പോലെയല്ല ഹരി. അവനൊരു പാവാണ്. താത്ത 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 ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറ്റിക്കുകയൊക്കെ ചെയ്യും. എടാ താജിക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവൻ ആണോ, അതെ പോയിക്കോളും താത്ത അവിടുന്ന്. അത്രയ്ക്കൊരു പാവ. അപ്പൊ ഈ രണ്ടുപേരും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ. ഞാൻ രണ്ടുപേരെ ഭാര്യമാരായിട്ടും കാമുകിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു കോംബോ വൻ വിജയമാണ്. മാത്രമല്ല ഹരി പറയുന്നതൊക്കെ കൂടുതൽ പ്രതിഭേട്ടൻ എനിക്കിട്ട് മറുപടി ഇട്ട് തരും. ഞാൻ എന്താണ് ഈ പറയാൻ പോകുന്നത് പ്രതിഭേട്ടന് സത്യം പറഞ്ഞാൽ അറിയില്ല. പ്രതിഭേട്ടൻ എന്താ പറയാൻ പോകുന്നത് എനിക്കും അറിയില്ല. പക്ഷെ ഞങ്ങള് അടിച്ചു പിടിച്ച് നിൽക്കോടെ. അതുകൊണ്ട് ശരി, ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. അതായത് നമ്മൾ കൊണ്ടും കൊടുത്തും അഭിനയിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് നമ്മൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് റിയാക്ട് ചെയ്താൽ മാത്രമേ അവിടെ അഭിനയം ഉണ്ടാവുന്നുള്ളൂ, നമുക്ക് കംഫർട്ട് ഉണ്ടാവുന്നുള്ളൂ. അതല്ല ഒരാൾ നമ്മൾ ഇങ്ങനെ കുറെ ഡയലോഗ്സ് ഒക്കെ പറയുക, അഭിനയിക്കുക, എന്നിട്ട് തിരിച്ചൊരു പ്രതികരണം കാര്യമായിട്ട് കിട്ടില്ലെങ്കിൽ നമ്മളവിടെ കംഫർട്ട് ആവുന്നില്ല. അപ്പൊ ഹരി റസിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഗിവ് ആൻഡ് ടേക്ക് അതില് നടക്കും അവരുടെ. അതെ, അവരുടെ ഇടയിൽ നടക്കും. അതുകൊണ്ട് നമുക്ക് കംഫർട്ടാണ്. ഹരിയൊക്കെ തീർച്ചയായിട്ടും. അതുപോലെ പിന്നെയും വല്ലപ്പോഴും ഇന്ദിരേച്ചി, അതുപോലെ കുറച്ചാളുകളൊക്കെ അങ്ങനെ വന്ന ആളുകളിലൊക്കെ നല്ല കംഫർട്ടായിട്ട് ഫാമിലി ഫീൽ ഒക്കെ തോന്നുന്നു. അതെ, മാത്രല്ല പിന്നെ ഞാൻ ഡയറക്ടറാണ്, പിന്നെ അതുപോലെ തന്നെ ആക്ടറാണ്, അതുപോലെ തന്നെ എഴുത്തുകാരനാണ്. ഒക്കെ സിനിമയിലടക്കം സംവിധാനം ചെയ്യുന്ന സിറാജിക്ക. പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് അടി ഞങ്ങൾ അടിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ഞങ്ങളോട് ചാൻസ് വെച്ച് വരാറുണ്ട്. ഇതുപോലെ ഞങ്ങളെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയണം. അതൊരു അഹങ്കാരത്തിലല്ല പറയുന്നത്. സ്ക്രിപ്റ്റഡ് അല്ലല്ലോ, കറക്റ്റ് സ്ക്രിപ്റ്റഡ് അല്ല, സ്ക്രിപ്റ്റഡ് ആണ്. എന്നാൽ എല്ലാ ഡയലോഗ്സും എഴുതി വെച്ചതല്ല. സിറ്റുവേഷൻ അനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നത്, സ്പോട്ടിൽ വരുന്നതാണ്. സ്പോട്ടാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രദീപേട്ടന് ഇനി എന്താ എനിക്ക് മറുപടി തരാന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ എന്താണ് പറയുന്നത് പ്രതിഭേട്ടനും അറിയില്ല. കൈൻഡ് ഓഫ് നാച്ചുറൽ ആണ് ഡയലോഗ്സ്. ശരിക്കും ഞങ്ങള് ചിലപ്പോ ആ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ആവാറുണ്ട്, അല്ലെങ്കിൽ ശരിക്കും ഭാര്യ ഭർത്താവും. ഒരിക്കൽ പ്രതിഭേട്ടനെ ഒന്നിരപ്പെട്ട പ്രതിഭേട്ടനെ പിടിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു റീലില് പ്രതിഭേട്ടൻ കുനിച്ചെറിഞ്ഞിട്ടൊക്കെ ഇടിക്കുന്ന സീനിലൊക്കെ ശരിക്കും
അടിച്ചു കഴിഞ്ഞിട്ടാണ് കഥാപാത്രങ്ങളുടെ ആവാഹിച്ചിട്ട് ഉൾക്കൊണ്ടിട്ട് അടിച്ചിട്ട് ഓർക്ക് എത്രയോ വട്ടം എന്നെ ഷാജിക്കൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. എന്താ അടി അടിച്ചതെന്ന് ചോദിച്ചിട്ട് അടിച്ചു പോവും. ഇപ്പൊ എന്തായാലും കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇഷ്ടം നിങ്ങൾ തമ്മിൽ തന്നെയാന്ന് പറഞ്ഞല്ലോ അപ്പൊ അഭിനയിക്കാൻ. അതെ. അപ്പൊ എപ്പോഴും ഒരാൾ ഇങ്ങനെ കൂടെ ഉണ്ട്, ഭാര്യയായിട്ട് തന്നെ അഭിനയിക്കുന്നത്. എപ്പോഴും ക്രഷ് വല്ലതും തോന്നിയിട്ടുണ്ടോ? ഈ ചോദ്യം അപ്രസക്താണ്, എന്നാൽ പ്രസക്തമാണ്. പലർക്കും പലരും കമന്റിലും വരുന്നതല്ലേ ക്രഷ് തോന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ കൗമാരത്തിലുള്ള കുട്ടികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, അതൊന്നും എനിക്ക് റസിയോട് തോന്നിയിട്ടില്ല. എനിക്ക് റസിയനെ ഭയങ്കര ഇഷ്ടമാണ്. അതിനേക്കാൾ ഉപരി ഞാൻ നല്ല റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് റസിയ. റസിയ പറഞ്ഞിട്ടും അല്ലാതെ റസിയയുടെ ജീവിതത്തിന്റെ ഒരു പരിധി വരെ ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരുപാട് ജീവിത അനുഭവങ്ങളുടെ കടമ്പകൾ ചാടിക്കടന്നൊരു അങ്ങനെ കടന്നു വന്ന ആളാണ് റസിയ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയോട് ക്രഷിനേക്കാൾ കൂടുതലല്ല, ക്രഷ് അല്ല, എനിക്ക് റെസ്പെക്റ്റ് ആണ് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഞാൻ റസിയാനെ എത്തിയിട്ട് പറയുന്നതാണ്. റസിയ ഇനി മുന്നോട്ട് വരട്ടെ. അത്തരത്തില് എന്താ പറയാ, അവളുടെ ജീവിതത്തിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇരുള് കഴിഞ്ഞു പോയി, ഇനി വെളിച്ചങ്ങൾ ഉണ്ടാവട്ടെ, പ്രകാശം പരക്കട്ടെ. പ്രകാശം വരക്കട്ടെ. താത്താക്ക് എപ്പോഴും ക്രഷ് വന്നിട്ടുണ്ടോ? പ്രതിഭടനോടോ? ആ. ഇല്ല. എനിക്ക് എന്റെ പെങ്ങളോട് പ്ലെയിൻ ആയിട്ട് പറഞ്ഞു നോക്ക്. അതെ അതെ ഇല്ല. ഇല്ല, എനിക്ക് തീർച്ചയായിട്ടും റസിയാനെ ഞാൻ എന്റെ സഹോദരിയായി തന്നെ. ഞങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നിന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ വരുന്നു, അഭിനയിക്കുന്നു, ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നു. ഞങ്ങൾ ഇനിയിപ്പോ പ്രണയാണെങ്കിലും ശരി, വില്ലത്തി ആണെങ്കിലും ശരി, വില്ലനാണെങ്കിലും ശരി, അത് അഭിനയിക്കുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ ഒരു സൗഹൃദമുണ്ട്, ഞങ്ങളുടെ ടീമിന്റെ ഒരു സൗഹൃദമുണ്ട്. അവിടെ ആ ചിരിയാണ്, സൗഹൃദത്തില് നമ്മൾ ക്രഷ് അതുപോലെ വേറെയുള്ള വികാരങ്ങൾക്ക് അഡപ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല അവിടെ. സൗഹൃദം ചളായി പോകൂലേ? അത് സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റം പവിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് അഡപ്റ്റ് ചെയ്യാൻ? അത് കഴിയില്ല, ഒരിക്കലും നടക്കൂല. പിന്നെ മാത്രല്ല ഞങ്ങളുടെ ടീം ഓറഞ്ച് എന്ന് പറയുമ്പോ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് എല്ലാവർക്കും. ക്യാമറമാൻമാരാണെങ്കിലും അതുപോലെ തന്നെ ബോസ് ആണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും കോ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഇപ്പൊ സിറാജിക്ക, അതുപോലെ തന്നെ നമ്മുടെ ഹരി, ഇന്ദിര ചേച്ചി, ശാലിനി, അതുപോലെ അജിത, സിനി, എല്ലാവരും ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ സെറ്റുണ്ടാവുക. നമുക്കിവിടെ പ്രണയിക്കാനും നേരില്ല, അല്ലെങ്കിൽ അങ്ങനെ ക്രഷ് അടിച്ച് നോക്കാൻ മാത്രമുള്ള നേരമില്ല. നമ്മള് വരുന്നു, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കണേക്കാൾ കൂടുതൽ ഞങ്ങളോട് ചിരി കളി, ഒരാളെ എങ്ങനെ കളിയാക്കാം നേരല്ല ഇതിലൊന്നും. അഭിനയിക്കാൻ തന്നെ ചതികാലം മേടിച്ചിട്ട് അഭിനയിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും ചിലപ്പോ 3 മണി 4 മണിക്കൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതെ. അപ്പൊ എന്തായാലും ഇത്രയും ഭക്ഷണം പോലും കഴിക്കാതെ നിങ്ങൾ അഭിനയിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഒന്ന് പറയാണെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് അഭിനയിച്ച് കാണിച്ചു തരാൻ പറ്റും രണ്ടാളും കൂടി? എന്തെങ്കിലും ഉണ്ടോ? എന്താ ഞങ്ങളാവണ്ട്? ഭാര്യയും ഭർത്താവും തന്നെ മതി. ഏന്നു അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോളൂ, കാര്യങ്ങളൊക്കെ അറിയട്ടോളൂ. പോയിട്ട് ചാടത്തോളൂ. ഞാൻ അവിടെ മേക്കപ്പ് ഇരിക്കുന്നുണ്ടല്ലേ? മേക്കപ്പ് ഒക്കെ പോവും, ചായ എടുത്തു വായോ. കൈന്റെ എല്ലാം നിങ്ങൾ പോയിട്ട് ഈ എടുത്ത് കൊടുന്നില്ലെങ്കിൽ കയ്യിന്റെ ക്യാമറ ഉണ്ടായിക്കോട്ടെ. ഒരാൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞല്ലോ, നിങ്ങൾ അഭിനയിച്ച് തുടങ്ങിയത് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. സൂപ്പർ നാച്ചുറൽ. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ഭംഗിയും സത്യം പറഞ്ഞ. ഇങ്ങനെ തന്നെയാണ് ഞങ്ങളിവിടെ കളങ്കമില്ലാതെ അഭിനയിക്കുക, അതില് വന്നത് വന്നു. അധികം റീടേക്കുകൾ ഉണ്ടാവാറില്ല അല്ലേ? ഇനി റീടേക്ക് വരികയാണെങ്കിൽ ഈ ചെയ്ത സാധനം ഒന്നും കിട്ടില്ല, അടുത്ത് വേറെ സംഭവമായിരിക്കും വരിക. അപ്പൊ പിടിച്ചു നിൽക്കും, ഓപ്പോസിറ്റ് ആളോട് പിടിച്ചു നിൽക്കും. അതാണ് സത്യാവസ്ഥ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഞങ്ങളുടെ കണ്ടന്റുകളെ കുറിച്ച് പറഞ്ഞില്ലേ, കൂടുതലായിട്ടും ഷാജിക്കാണ് ഞങ്ങൾക്ക് കണ്ടന്റുകളൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മുടെ നാട്ടിൽ എവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അത് എഴുത്ത്, അല്ലെങ്കിൽ ഇത് എഴുത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടന്റുകൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെ നാട്ടില്, ഇപ്പൊ പ്രതിഭയുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാന്ന് പറയാം. പിന്നെ നമ്മുടെ റാഫിക്ക് ഇതുപോലെ കണ്ടന്റുകൾ, നമുക്ക് പുള്ളി ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, പുള്ളിയും കണ്ടന്റുകൾ പറഞ്ഞു തരും, നമ്മളതുപോലെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഞങ്ങളുടെ സംവിധായകൻ സിറാജ് ഫാന്റസി, അദ്ദേഹവും ഇതുപോലെ
എന്റെ ഭർത്താവൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. ഒരു വീഡിയോക്ക് ഒരുപാട് ആദ്യമായിട്ട് ഞാൻ സിറാജ് ഖാന്റെ കൂടെ അഭിനയിച്ച സമയത്ത് എവിടെ ഭർത്താവ്, മറ്റേ ഭർത്താവ് എവിടെ എന്നൊക്കെയായിരുന്നു കമന്റ്. അപ്പൊ സിറാജിക്ക പുള്ളിയുടെ അക്കൗണ്ടിൽ വന്നിട്ട് മറ്റേ ഭർത്താവിന് പനിയാണ്, തൽക്കാലം നിങ്ങൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അത്രയും കോമഡി. അപ്പൊ ആ ഒരു കമന്റിൽ തന്നെ ഒന്ന് ഓർത്ത് നോക്കൂ, എന്തോരം കോമഡി ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ. അതിൽ വരുന്ന കണ്ടന്റുകൾ ചെയ്യുന്നു, നമ്മളിങ്ങനെ സന്തോഷിച്ചു പോകുന്നു. മാഷാ അല്ലാ. ഞാൻ എൻ്റെ ഈ ഒരു 36 വയസ്സിനിടയ്ക്ക് 32 വർഷവും ഇച്ചിരി ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു. ഇപ്പൊ സന്തോഷം. തീർച്ചയായിട്ടും ഞങ്ങളൊരു ഫാമിലി എന്നുള്ള നിലയ്ക്ക് ആ ഒരു ഫാമിലിയുടെ സുഖം ഇവിടെ വരുമ്പോൾ ഇവിടെ എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല, ഇവിടെ ആരും എന്നോട് ജഡ്ജ് ചെയ്യില്ല, ഇവിടെ ആരും എനിക്ക് സപ്പോർട്ട് അല്ലാത്തയില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ എൻ്റെ ബോസ് അടക്കമുള്ള ഒത്തിരി പേരുണ്ട്. അതിനിപ്പോ കോമഡി ആണെങ്കിലും ചളിയാണെങ്കിലും അവര് കേൾക്കും. ചളിയാണ് കൂടുതലും ചളിയാണ് കൂടുതലും എങ്കിലും അവര് കേൾക്കും. എന്റെ സങ്കടം കേൾക്കുന്ന ഇപ്പൊ ആൾക്കാരുണ്ട്, എന്റെ വീട്ടുകാരുണ്ട്. അത് മതി. എന്റെ വീടിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് മെയിനായിട്ട് അല്ല ഞങ്ങളുടെ